ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ബേസിക്സ് ഓഫ് ഡിജിറ്റൽ ലോജിക് ഇതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് LBS NC എൻട്രൻസ് എക്സാമിനേഷനിലുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആവുന്നതാണ് ലോജിക് ഗേറ്റ്സ്, ട്രൂത്ത് ടേബിൾസ്, പിന്നെ സീക്വൻഷ്യൽ ആൻഡ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. ഓൾറെഡി ലോജിക് ഗേറ്റ്സിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോയിൽ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് അതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ഗേറ്റ്സ് ഒക്കെ നോക്കിയില്ലേ, ആൻഡ് ഗേറ്റ്, നോട്ട്, ഓറ്, നാൻഡ്, എക്സോറ്, നോർ, ഇങ്ങനെ കുറേ ഗേറ്റ്സ് ഒക്കെ നോക്കി. അപ്പോൾ ഈ ഗേറ്റ്സ് എല്ലാം ജസ്റ്റ് ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഈ ഗേറ്റ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടും ആൻഡ് കോമ്പിനേഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഓരോ സർക്യൂട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് സർക്യൂട്ട്സ് ആണുള്ളത്, കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. ഈ ഒരു ടോപ്പിക്ക് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഓരോ സർക്യൂട്ട്സും എന്താണ് ചെയ്യുന്നത് ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ട്സ് എങ്ങനെയായിരിക്കും ഇത് മാത്രം നോക്കിയാൽ മതി. ഇത് ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ഒരു ഇയറിൽ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, മൾട്ടിപ്ലെക്സറിലെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, N ഇൻപുട്ട്സ് ആണെങ്കിൽ അതിന് കിട്ടുന്ന ഔട്ട്പുട്ട്സ് എങ്ങനെയാണ്, ഇത് ബേസ് ചെയ്തിട്ട് എന്തോ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ ജസ്റ്റ് വാട്ട് ഈസ് ദ സർക്യൂട്ട് ആൻഡ് അതിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. കോമ്പിനേഷണൽ സർക്യൂട്ട്സിൽ ഔട്ട്പുട്ട് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഇൻപുട്ടിനെ ബേസ് ചെയ്തിരിക്കും. കോമ്പിനേഷണൽ സർക്യൂട്ട്സിൽ മെമ്മറി ഇല്ല. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ആഡർ, സബ്ട്രാക്ടർ, മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ, എൻകോഡർ, ഡീകോഡർ, ഇതെല്ലാം. അപ്പോൾ വൺ ബൈ വൺ നോക്കാം. ഇതിലുള്ള ഫസ്റ്റ് കോമ്പിനേഷണൽ സർക്യൂട്ടാണ് ആഡർ. ആഡർ നമ്മൾ അഡീഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആഡേഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്, ഹാഫ് ആഡർ ഉണ്ട്, ഫുൾ ആഡർ ഉണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫ് ആഡർ നോക്കാം. ഹാഫ് ആഡറിൽ നമ്മൾ രണ്ട് ഇൻപുട്ടാണ് കൊടുക്കുന്നത് ആൻഡ് നമുക്ക് കിട്ടുന്നത് രണ്ട് ഔട്ട്പുട്ടായിരിക്കും. 2 ഇൻപുട്ട് 2 ഔട്ട്പുട്ടാണ് ഹാഫ് ആഡറിൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഈ 2 ഇൻപുട്ടിൽ ഒരെണ്ണം എ ആയിരിക്കും, ഒരെണ്ണം ബി ആയിരിക്കും. എ ആൻഡ് ബിക്ക് വാല്യൂ 0 1 0 0 0 1 1 0 1 1 ഇങ്ങനെ കോമ്പിനേഷൻസ് കൊടുക്കാം. ഇനി ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഔട്ട്പുട്ട് സം ആയിരിക്കും, വേറെ ഒരു ഔട്ട്പുട്ട് ക്യാരി ആയിരിക്കും. ഇങ്ങനെ രണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ഹാഫ് ആഡറിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം. രണ്ട് ഇൻപുട്ട് എ ആൻഡ് ബി ആണുള്ളത്, നമുക്ക് രണ്ട് ഔട്ട്പുട്ട് എസ്, സമ്മും ക്യാരിയും ഉണ്ട്. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. എ, ബി, സമ്മ്, ക്യാരി ഉണ്ട്. നമ്മൾ നോർമലി അഡീഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ 0+0 ചെയ്യുകയാണെങ്കിൽ സമ്മ് 0 ക്യാരി 0 ആയിരിക്കും. 0+1 ആണെങ്കിൽ സമ്മ് 1 ക്യാരി 0. 1+0 ആണെങ്കിൽ സം 1 ക്യാരി 0 ആൻഡ് 1+1 ആണെങ്കിൽ സം 0 ക്യാരി 1. ഈ ഒരു ലോജിക്കില്ലേ, അത് അങ്ങനെ എടുത്ത് ഈ ഒരു ട്രൂത്ത് ടേബിളിൽ എഴുതിയാൽ മതി. പിന്നെ അങ്ങനെ എഴുതുമ്പോൾ ഈ സമ്മിൻ്റെ ഫോർമുല S is equal to A XOR B എന്ന് കിട്ടും. ആൻഡ് ക്യാരിയുടെ ഫോർമുല A into B എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഇത്രയും പഠിച്ചാൽ മതി. പിന്നെ ജസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഈ സർക്യൂട്ട് ഡയഗ്രാമും കൂടി നോക്കി വയ്ക്കാം. അപ്പോൾ ഹാഫ് ആർഡറിൽ നമ്മൾ രണ്ട് ഇൻപുട്ടാണ് കൊടുക്കുന്നത്, രണ്ട് ഔട്ട്പുട്ടാണുള്ളത്. ഇതിൽ സമ്മിൻ്റെ ഫോർമുല S equal to A XOR B ആണ്. ആൻഡ് ക്യാരിയുടെ ഫോർമുല ക്യാരി is equal to AB ആണ്. ഇതാണ് ഹാഫ് ആർഡർ. ഇനി ഫുൾ ആഡർ എടുക്കുമ്പോൾ ഫുൾ ആഡറിൽ 3 ഇൻപുട്ട്സ് ആണ് ഉള്ളത്. രണ്ടിനും കൂടുതൽ ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടും നമ്മൾ അഡീഷനാണ് യൂസ് ചെയ്യുന്നത്. ഹാഫ് ആഡറിൽ 2 ഇൻപുട്ട്, ബട്ട് ഫുൾ ആഡറിൽ 3 ഇൻപുട്ട്. ഇപ്പോൾ ഫുൾ ആഡറിൽ 3 ഇൻപുട്ട്സും 2 ഔട്ട്പുട്ടാണുള്ളത്. 3 ഇൻപുട്ട്സിൽ ഒരെണ്ണം എ, ഒരെണ്ണം ബി, പിന്നെ ഒരെണ്ണം ക്യാരി ഇൻപുട്ട് എന്നാണ് പറയുന്നത്, ക്യാരി ഇൻപുട്ട്. ഇനി ഔട്ട്പുട്ട്സിൽ സെയിം, ഒരെണ്ണം സമ്മും ഒരെണ്ണം ക്യാരിയാണ്. ഇതാണ് ഫുൾ ആഡർ. ഇനി ഫുൾ ആഡറിൽ നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ എ, ബി, ക്യാരി, ഇൻ, ഇത് 3 ഇൻപുട്ടായിട്ട് കൊടുക്കണം. ആൻഡ് സമ്മും ക്യാരിയും അത് രണ്ടും ഔട്ട്പുട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ നോർമലി നമ്മൾ 0 0 0 0 0 1 അങ്ങനെ 0 to 7 വരെയുള്ള നമ്പേഴ്സ് ഇങ്ങനെ എഴുതാം. ഇത് 1 2 3 4 അങ്ങനെ 0 to 7 വരെയുള്ളതിൻ്റെ ബൈനറി ഇക്വലൻ്റ് എഴുതണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സമ്മും ക്യാരി എടുത്ത് എഴുതിയാൽ മതി. ഇനി ഇങ്ങനെ എഴുതുമ്പോൾ സമ്മിൻ്റെ ഫോർമുല ഇൻ ഫുൾ ആഡർ, സമ്മിൻ്റെ ഫോർമുല സം ഇസ് ഈക്വൽ ടു ക്യാരി ഇൻ XOR A XOR B ആണ്. ആൻഡ് ക്യാരിയുടെ ഫോർമുല AB പ്ലസ് ക്യാരി ഇൻ ഇൻറ്റു A XOR B ആണ്. അപ്പോൾ ഇതാണ് ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ. നെക്സ്റ്റ് വൺ എൻകോഡർ ആണ്. എൻകോഡറിൽ നമ്മൾ 2n ഇൻപുട്ട്സ് കൊടുക്കും. ടോട്ടൽ ഇൻപുട്ട്സ് 2n ആണ്. ആൻഡ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് n ഔട്ട്പുട്ട്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 2n ഔട്ട്പുട്ട്സ് കൊടുക്കും, അതിനെ എൻകോഡ് ചെയ്തിട്ട് n ഔട്ട്പുട്ട്സ് ആയിട്ട് പുറത്ത് കൊടുക്കും. ഇതാണ് എൻകോഡർ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ MCA വന്നിട്ട് പഠിക്കാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എൻട്രൻസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബേസിക്സ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ആൻഡ് ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 4/2 എൻകോഡർ ഉണ്ട്, 8/3
3 എൻകോഡർ ഉണ്ട്. ഇപ്പോൾ 4/2 എൻകോഡർ ആണെങ്കിൽ 4 ഇൻപുട്ട്സ് കാണും, 2 ഔട്ട്പുട്ട് കാണും. 8/3 എൻകോഡർ ആണെങ്കിൽ 8 ഇൻപുട്ടും 3 ഔട്ട്പുട്ടും കാണും. ആൻഡ് ഈ എൻകോഡർ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ സെൻറ്റർ സൈഡാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്സപ്പ് മെസ്സേജസ് എടുക്കുകയാണെങ്കിൽ എൻക്രിപ്റ്റഡ്, ഡീക്രിപ്റ്റഡ് അങ്ങനെയൊക്കെ കാണിക്കത്തില്ലേ, അതേപോലെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ 2n ഇൻപുട്ട്സിനെ എൻകോഡ് ചെയ്ത് n ഔട്ട്പുട്ട്സ് ആയിട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. ഇനിയുള്ളത് ഡീകോഡർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഡീകോഡർ n ഇൻപുട്ട്സിനെ 2n ഔട്ട്പുട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഡീകോഡ് ചെയ്ത് എടുക്കും. ആൻഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റിസീവർ സൈഡിലാണ്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 2/4 ഡീകോഡർ ഉണ്ട്, 3/8 ഡീകോഡർ ഉണ്ട്. ഇപ്പോൾ 2/4 ആണെങ്കിൽ 2 ഇൻപുട്ടും 4 ഔട്ട്പുട്ടും കാണും. 3/8 ആണെങ്കിൽ 3 ഇൻപുട്ടും 8 ഔട്ട്പുട്ട്സും കാണും. ഇതാണ് ഡീകോഡർ. ഇനിയുള്ളതാണ് മൾട്ടിപ്ലെക്സറിൽ നമ്മൾ ഇപ്പോൾ 2n ഇൻപുട്ട്സ് ആണ് കൊടുക്കുന്നത്. മൾട്ടിപ്ലെക്സറിൽ യൂഷ്വലി 2n ഇൻപുട്ട്സ് കൊടുക്കും. അതിൽ നിന്ന് നമുക്ക് ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ n സെലക്ഷൻ ലൈൻസ് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ 2n ഇൻപുട്ട്സിൽ നിന്ന് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കൊടുക്കും. ഇതാണ് മീനിങ്. ഇപ്പോൾ മൾട്ടിപ്ലെക്സറിൽ 2n ഇൻപുട്ട്സും ഒരു ഔട്ട്പുട്ടും n നമ്പർ ഓഫ് സെലക്ഷൻ ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, 4/1, 2/1 എക്സെട്ര. ഇനിയുള്ളത് മൾട്ടിപ്ലെക്സറിൻ്റെ ഓപ്പോസിറ്റാണ്. മൾട്ടിപ്ലെക്സറിൽ ഒരു ഇൻപുട്ടാണ് ഉള്ളത്. ഒരു ഇൻപുട്ടും 2n ഔട്ട്പുട്ട്സ് കാണും. ആൻഡ് ഇതിൽ n നമ്പർ ഓഫ് സെലക്ഷൻ ലൈൻസ് ആണ് ഉള്ളത്. ഒരു ഇൻപുട്ടിനെ നമ്മൾ 2n ഔട്ട്പുട്ടാക്കി കൊടുക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് n നമ്പർ ഓഫ് സെലക്ഷൻ ലൈൻസ്. ഇതും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, 1/2, 1/4 ഇങ്ങനെ. ഇത്രയേ ഉള്ളൂ കോമ്പിനേഷണൽ സർക്യൂട്ട്. ഇതിൽ സബ്ട്രാക്ടർ ഉണ്ട്. സബ്ട്രാക്ടർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെയിം കോൺസെപ്റ്റ്, ആഡറിൻ്റെ സെയിം കോൺസെപ്റ്റാണ് സബ്ട്രാക്ടറിനും, ബട്ട് അതിൽ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യും. ഇനിയുള്ളതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എടുത്തപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കറൻ്റ്ലി ഇൻപുട്ട് ഏതാണോ അതിനെ മാത്രം ബേസ് ചെയ്തിരിക്കും. ബട്ട് സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് കറൻറ്റ് ഇൻപുട്ട് പ്ലസ് പാസ്റ്റ് ഔട്ട്പുട്ട് ഇത് രണ്ടിനെയും ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന കറൻറ്റ് ഇൻപുട്ടിനെയും ഇതിന് മുന്നേ കിട്ടിയ പാസ്റ്റ് ഔട്ട്പുട്ടിൻ്റെയും ബേസ് ചെയ്തായിരിക്കും. ഇതിൽ കൗണ്ടേഴ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഇങ്ങനെ കുറേ ഉണ്ട് സീക്വൻഷ്യൽ സർക്യൂട്ട്സിൽ. ആൻഡ് ഇതെല്ലാം വർക്ക് ആവുന്നത് ലാച്ചസും ഫ്ലിപ്പ് ഫ്ലോപ്സും ഈ ഒരു കോൺസെപ്റ്റൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം ലാച്ചസ് എന്താണെന്ന് നോക്കാം. ലാച്ചസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബേസിക് മെമ്മറി ഡിവൈസാണ്. അതിൽ നമുക്ക് ഒരു ബിറ്റ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ഈ ലാച്ചസിൽ 2 സ്റ്റേറ്റ്സ് ആണുള്ളത്. 0 സ്റ്റേറ്റ് ഉണ്ട്, 1 സ്റ്റേറ്റും ഉണ്ട്. ഈ ഒരു PDF-ൽ 0 മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ ഒരു 1ഉം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഉണ്ട്. അത് 0 ആൻഡ് 1നെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ലാച്ച് എന്ന് പറയുന്നത് ലെവൽ ട്രിഗേർഡ് ആണ്. ആൻഡ് ഈ ലാച്ചിനെ നമ്മൾ ചെയ്തേക്കുന്നത് നാൻഡും നോർ ഗേറ്റ്സൊക്കെ വെച്ചിട്ടാണ്. ഇതിൻ്റെ ബേസിക് കോമൺ ടൈപ്സ് ആണ് SR ലാച്ച്, D ലാച്ച്. ഇതൊക്കെ SR ലാച്ച് അതിൻ്റെ ഫുൾ ഫോമാണ് സെറ്റ് റീസെറ്റ് ലാച്ച്. ആൻഡ് D ലാച്ച് മീൻസ് ഡേറ്റ ലാച്ച്. ആൻഡ് ഈ ലാച്ചസ് എല്ലാം ബൈസ്റ്റേബിൾ ആണ്. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതും ലാച്ചസിനെ പോലെ ഒരു ബേസിക് മെമ്മറി എലമെൻ്റ് ആണ്. ഇതിലും ഒരു ബിറ്റ് ഓഫ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ആൻഡ് ഇത് എഡ്ജ് ട്രിഗേർഡ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എഡ്ജ് ട്രിഗേർഡ് ആൻഡ് ലാച്ചസ് എന്ന് പറയുന്നത് ലെവൽ ട്രിഗേർഡ് ആണ്. എഡ്ജ് ട്രിഗേർഡ് മീനിങ് ക്ലോക്കിൻ്റെ സിഗ്നൽ റൈസ് ആകുമ്പോഴും ഫോൾ ആകുമ്പോൾ മാത്രം നമുക്ക് ഔട്ട്പുട്ട് ചേഞ്ച് ആവും. ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും ബൈസ്റ്റേബിൾ ആണ്. 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണുള്ളത്, 0 സ്റ്റേറ്റും 1 സ്റ്റേറ്റും. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് സിങ്ക്രോണസ് ഡിവൈസസ് ആണ്. ആൻഡ് ഇത് നമ്മൾ ക്ലോക്ക് പൾസ് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മൾ രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ് ഇതിലൊക്കെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണുള്ളത്. ഇനിയുള്ള ലാസ്റ്റ് കോൺസെപ്റ്റാണ് കൗണ്ടേഴ്സ് ഒരു ടൈപ്പ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. ആൻഡ് ഇതിന് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് കൗണ്ടേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്പേഴ്സ് എല്ലാം കൗണ്ട് ചെയ്തെടുക്കാനാണ് കൗണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ കൗണ്ടിങ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അത് അപ്പ് കൗണ്ടറാണ്, ഡിക്രീസ് ആവുകയാണെങ്കിൽ അത് ഡൗൺ കൗണ്ടറാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് സിങ്ക്രോണസ്, അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ.
അപ്പ് ഡൗൺ കൗണ്ടർ, മൊഡ്യൂളോ എൻഡ് കൗണ്ടർ, ഇതെല്ലാം കൗണ്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ആൻഡ് ഈ കൗണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ക്ലോക്ക്സ്, ഈവൻ കൗണ്ടിങ്, പിന്നെ ഫ്രീക്വൻസി മെഷർമെൻറ്റ്, ടൈമേഴ്സ്, ഇതിലൊക്കെയാണ് ഈ കൗണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക്സ് ഓഫ് ഡിജിറ്റൽ ലോജിക്. ഇത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇത് പഠിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് എല്ലാം തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഓൾറെഡി ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ റെഫർ ചെയ്യാം. ആൻഡ് ഇതേപോലെ കൂടുതൽ വീഡിയോസിന് പീക്ക് ടൈം ലേണേഴ്സിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്